ഹലോ അസ്സലാമു അലൈക്കും. ഈ ഒരു മുട്ട വരട്ട് അതുപോലെ മുട്ടക്കറി എന്ന് പറഞ്ഞ ഈ ഒരു റെസിപ്പി അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാട്ടോ. അപ്പം നമ്മളെ വെള്ളപ്പം, ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ് ഇതിലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ നമ്മളെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഈ ഒരു കറി. അപ്പം അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പം പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. പിന്നെ ഞാനത് നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എൻ്റെ ഫാൾട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് തിരുത്താം. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിട്ടോ. അപ്പം ഞാൻ 2 സബോള എടുത്തിട്ട് ഒരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ചോപ്പറിലിട്ടിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ തക്കാളിൻ്റെ ഒരു മുകൾ ഭാഗം ചെത്തി ഒഴിവാക്കിയിട്ട് തക്കാളിയും ഞാൻ ഇതേമാതിരി തക്കാളിയും പച്ചമുളകും ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. തക്കാളി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേസ്റ്റ് രൂപമല്ല, എന്നാൽ നല്ല ഒരു എന്താ പറയുക നല്ലതായി കിട്ടും കേട്ടോ. എന്നിങ്ങനെ ഇതിനെ പറ്റിയിട്ട് അറിയില്ല. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തക്കാളി വെന്ത് കിട്ടുന്ന രൂപത്തിൽ നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ചോപ്പറിലിട്ടിട്ട് ചെയ്തത്. അപ്പോൾ തക്കാളിയും പച്ചമുളകും ചോപ്പറിലിട്ടിട്ട് അങ്ങനെ ചെയ്തെടുത്ത്. പിന്നെ ഞാനൊരു ചട്ടി വെച്ച് ആ ഒരു ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ ചോപ്പ് ചെയ്ത് വെച്ച സബോളൻ അല്ലേ അത് ഇതിലിട്ട് കൊടുത്ത് പിന്നെ ഉപ്പിട്ട് കൊടുത്ത സബോള വേഗം ഇതായി കിട്ടും കേട്ടോ. അപ്പം പിന്നെ സബോള ഇട്ടേം പാട് തന്നെ ഉപ്പിട്ട് കൊടുത്തത്. ഉപ്പ് നമ്മൾ പാകത്തിനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷമാണ് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി ഒരു 3 അല്ലി ഇഞ്ചി ഒരു ചെറിയൊരു പീസ് ഒക്കെ എടുത്തിട്ട് അരിഞ്ഞെടുത്തതാട്ടോ. അതാണ് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തത്. പിന്നെ തക്കാളി ഈ ചോപ്പ് ചെയ്ത് വെച്ച ഇതുണ്ടല്ലോ തക്കാളിയും പച്ചമുളകും അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നല്ലോണം ഇളക്കിയെടുത്ത് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ ചെറിയൊരു ഇതിന് ചെറിയൊരു കുഞ്ഞ് സ്പൂണാണ് കേട്ടോ അത്. ഇതിൽ ഒരു മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് പിന്നെ ഞാനിത് ഈ പിരിമുളകല്ലേ ഇത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു കുറച്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും കൂട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സി അടിച്ചെടുത്തതാണ്, നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടീന്. അപ്പോൾ ഇതിന് ശേഷം ഞാനെന്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി. അതിന് ശേഷമാണ് ഞാനെന്ത് ഈ ഇതിലേക്ക് പിന്നെ ഈ വറ്റിയെടുത്ത ഇതിലേക്ക് ഞാൻ ഈ ഒരു അരപ്പ് ചേർക്കണം കേട്ടോ. ഈ പിരിമുളകും അണ്ടിപ്പരിപ്പും കൂടി അരച്ച അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മൂടി വേവിച്ചെടുത്തതാട്ടോ. അതിന് ശേഷമാണ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടതിന് മുട്ട നടുകീറി ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ സംസാര രീതിയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇതായിരിക്കും. ഞാൻ മാക്സിമം നല്ലോണം നോക്കുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എന്താണെന്നറിയില്ല, വോയിസ് ഇങ്ങോട്ട് കിട്ടൂല കേട്ടോ പറയാൻ. എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. ഭയങ്കരമായിട്ട് ഒന്നും വോയിസ് കൊടുക്കുന്നതിന് മുന്നേ എനിക്ക് നല്ലോണം സംസാരിക്കാനൊക്കെ പറ്റും. പക്ഷേ വോയിസ് കൊടുക്കാമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര തപ്പലാണ്. കുറേ ഒരു സ്റ്റെക്കായി പോകുന്നുണ്ട് സംസാരിക്കണമൊക്കെ. അപ്പം ഞാൻ കഴിയുന്ന പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. തുടക്കമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. പിന്നെ മുട്ടൊക്കെ കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ ചെറിയ ഒരു തീയിൽ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ആ ഒരു മുട്ടയിൽ ഈ ഒരു മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ മല്ലിച്ചപ്പിന് പകരം ഞാൻ ഇട്ട് കൊടുത്തത് ആഫ്രിക്ക മല്ലി അതില്ലേ അതിൻ്റെ ഇലയാണ് കേട്ടോ ഇട്ടെടുത്തത്. എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണിത്, ട്രൈ ചെയ്ത് നോക്കണേ.